നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തെ കാട്ടിത്തന്ന ഷാർജ എക്സ്പോഷർ ഫെസ്റ്റിവൽ 5 ദിവസം നീണ്ടുനിന്ന മേളയിൽ ലോകത്തിലെ മികച്ച ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ക്യാമറ ക്ലാസുകളും വിസ്മയ കാഴ്ചകളും മേളയുടെ മാറ്റുകൂട്ടി. എ ഡെക്കേഡ് ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ഷാർജ എക്സ്പോഷർ ഫെസ്റ്റിവൽ നടന്നത്. ഒരു പതിറ്റാണ്ടായി ക്യാമറ കണ്ണിലൂടെ തീർത്ത വിസ്മയങ്ങളെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന ഉത്സവം. 12 വ്യത്യസ്ത തീമുകളിലായിരുന്നു പ്രദർശനം. പല ദേശത്തെ, പല കാലത്തെ, പല മുഹൂർത്തങ്ങളിലെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ആകെ 95 സ്റ്റാളുകൾ, 3200 ചിത്രങ്ങൾ. എക്സ്പോഷർ മേള ഇത്തവണയും അതിഗംഭീരമായി. ലോകം യുദ്ധമുനമ്പിൽ നിൽക്കുമ്പോൾ യുദ്ധം വിതയ്ക്കുന്ന കെടുതികളുടെയും കണ്ണീരിന്റെയും കാഴ്ചകൾ എക്സ്പോഷറിൽ കാണാനായി. തൻ്റെ 2 മക്കളുടെ ഫോട്ടോ പിടിച്ച് അവരെവിടെയെന്നു തേടുന്ന ഒരു ഉമ്മ. സിറിയയിൽ നിന്നുള്ള കാഴ്ചയാണ്. യുദ്ധമുണ്ടാക്കിയ കെടുതികൾ, കണ്ണീർ, ഭീതി പടർത്തിയ നിമിഷങ്ങൾ, ഇതൊക്കെയും ഈ എക്സിബിഷൻ്റെ വിവിധ സ്റ്റാളുകളിലായി നമുക്ക് കാണാൻ കഴിയും. ഓരോ ചിത്രത്തിനും ജീവനുണ്ട്, അതോരോ കഥകൾ പറയുന്നുമുണ്ട്. കെട്ടുകഥയല്ല, അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങൾ. അവയവങ്ങൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ, തുന്നിച്ചേർക്കാനാകാത്ത തരത്തിൽ മുറിവുകളുമായി ജീവിക്കുന്നവർ, ഉറ്റവരെ നഷ്ടമായവരുടെ മരവിപ്പും തേങ്ങലും, ഒരായുഷ്കാലം എടുത്തു പടുത്തുയർത്തിയതെല്ലാം തകർന്നടിഞ്ഞ് അവശിഷ്ടമായി മാറുന്നത് കാണേണ്ടി വന്നവരുടെ കണ്ണിലെ നിസ്സഹായത, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശരീരത്ത് നിന്ന് കിട്ടിയ ക്രൂരതയുടെ ബാക്കിപത്രങ്ങൾ, ലോകസമാധാനത്തിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും വിരൽ ചൂണ്ടുന്ന യുദ്ധക്കൊതിയന്മാരുടെ കണ്ണു തുറപ്പിക്കുന്ന ചിത്രങ്ങളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാനാകും. എമിറേറ്റുകളിലെ ഫോട്ടോഗ്രാഫർമാരുടെ പവലിയനുകൾ ഇത്തവണ ശ്രദ്ധേയമായി. 3 പ്രധാന ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ, വിവിധ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ എടുത്ത ഫോട്ടോകൾ, ഷെയ്ഖ് ഹംദാൻ ഫോട്ടോഗ്രഫി അവാർഡുകൾ ലഭിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ. അങ്ങനെ മനുഷ്യർക്ക് പെട്ടെന്നൊന്നും കാണാൻ കഴിയാത്തതാണത്. പക്ഷേ ചില ഫോട്ടോഗ്രാഫർമാർ അവരുടെ ആ ഒരു സ്കില്ലും ഒപ്പം തന്നെ പാഷനും ഒക്കെ വെച്ച് നിരവധി ഫോട്ടോകൾ കടലിനടിയിൽ പോയി എടുക്കാറുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ച് സമയമെടുത്ത് കഷ്ടതകളൊക്കെ അനുഭവിച്ചെടുക്കുന്ന ആ ചിത്രങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പവിലിയൻ തന്നെ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കടലിനടിയിലെ മാന്ത്രിക കാഴ്ചകളുടെ പവിലിയൻ തിരക്കേറിയ പവിലിയനുകളിലൊന്നായി. വർഷങ്ങളുടെ കാത്തിരിപ്പും കഷ്ടപ്പാടും ചേർത്തുണ്ടാക്കിയ ചിത്രങ്ങൾ സാഹസികമായി പകർത്തിയവയായിരുന്നു കൂട്ടത്തിലേറെയും. നേരിട്ട് കണ്ടറിയാനാവാത്തതൊക്കെ നേരിലെന്ന പോലെ അറിയാനായി സന്ദർശകരെത്തി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ മാതാപിതാക്കളുടെ സഹനവും കരുതലുമൊക്കെ കാട്ടുന്ന പവിലിയൻ ഉള്ളുലയ്ക്കുന്നതായിരുന്നു.
പതിവ് പോലെ സന്ദർശകരുടെ ഒഴുക്കായിരുന്നു മേളയിലേക്ക്. Exhibition here at Exposure, and as you rightly say, this is my first visit to Exposure. I'm very grateful to be here. The work you see here in my gallery took about 2.5 years. All of it, apart from one image, is taken at my home, which is one of the islands on the west coast of Scotland. They're called the Hebrides, the Outer Hebrides. The island I live on is South Uist, and many of these images are on the beach, which is very, very close to our home. So I'm very lucky to live surrounded by the beauty and the wild creatures that you see around you here. So for me, with this collection, my overriding desire is for the background to give you a sense of the colours and the atmosphere of the island, but I do not want to see that in a literal way. So I'm not taking wide-angle shots of the beach or the mountains. Instead, I'm looking for the way that the colour plays in the context of an image which looks more like a watercolour wash. If you take watercolour paints, you cover a page with water and then you just add colour to that space and they drift into each other. That's what I'm looking for in the context of the images. It's an amazing event, and I am truly impressed by the commitment of the Sharjah authorities and the Sheikh supporting such an eclectic mix of work, but also to do so with such style and with such quality. It's a true homage to the work of the people around that come to exhibit here, and it's as I say, a privilege to be a part of it. This exhibition gives various perspectives of life, death, pain and love. Honestly, it amazes me on the different points made by different photographers and different artists. My mom is a photographer herself, and I know how to do pictures. It was showing how different the world for different people are. For example, for immigrants it's hard, for people that live in the town it's very easy. It amazes me. It's a very good exhibition. ലോകപ്രശസ്തരായ പല ഫോട്ടോഗ്രാഫർമാരും മേളയിലെത്തി. തങ്ങളുടെ ചിത്രങ്ങളിലെ ആശയങ്ങൾ വിവരിച്ചു നൽകി. കാഴ്ചക്കാരൻ മനസ്സിലാക്കുന്ന ആശയവും സൃഷ്ടാവ് ഉദ്ദേശിച്ച ആശയവും തമ്മിൽ കൂടിച്ചേർന്ന ചർച്ചകളും ഓരോ പവലിയനിലുമുണ്ടായി. ഞാൻ ബേസിക്കലി ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം പാർട്ട് ടൈമായിട്ട് ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എല്ലാ വർഷവും വരാറുണ്ട്. ഈ വർഷവും പതിവ് പോലെ വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക A to Z എല്ലാം നമുക്കിവിടെ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ഈവൻ ഫേമസ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും പിന്നെ ക്ലാസ്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഫോട്ടോഗ്രാഫി എന്തൂസിയസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇവൻ്റാണ്. ഒന്നാം നൂറ്റാണ്ടിൽ പോലും ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെ പ്രദർശനവും മേളയിലുണ്ടായി. ഷാർജയുടെ ഭൂതവും വർത്തമാനവും ഭാവിയും പറയുന്ന പല മാജിക്കുകളും മേളയിൽ കാണാനായി. ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും പ്രദർശനവും എക്സ്പോഷറിന്റെ ഭാഗമായുണ്ടായി. ഒപ്പം ഫോട്ടോഗ്രാഫിക്, സിനിമ, ഡോക്യുമെന്ററി നിർമ്മാണ ക്ലാസുകളും. ചിത്രങ്ങളുടെ മായാലോകത്ത് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്പർ 1 ചോയ്സായി എക്സ്പോഷർ മാറിയിട്ട് വർഷങ്ങളായി. ഓരോ തവണയും എക്സ്പോഷർ കൂടുതൽ തിളങ്ങി നിൽക്കുന്നു. 60 രാജ്യങ്ങളിൽ നിന്നായി 400-ലധികം ഫോട്ടോഗ്രാഫർമാരാണ് എക്സ്പോഷർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷാർജയിലെത്തിയത്. അടുത്ത വർഷം ഇത് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്.
ഗതാഗത മേഖലയിൽ വലിയൊരു വിപ്ലവത്തിനൊരുങ്ങുകയാണ് UAE. ലോകമുറ്റുനോക്കുന്ന 9 പ്രധാനപ്പെട്ട പദ്ധതികൾ നടന്നു വരികയാണ്. ഇതിൽ പലതും തൊട്ടടുത്ത മാസങ്ങളിൽ യാഥാർത്ഥ്യമാകും. ഒരു രാജ്യം പുരോഗതിയുടെ കൊടുമുടിയിലെത്തണമെങ്കിൽ അവിടുത്തെ ഗതാഗതം സുഗമമാകണം. ഞൊടിയിടയിൽ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കെത്താൻ പല മാർഗങ്ങളുണ്ടാകണം. അതിലേക്കുള്ള കുതിപ്പിലാണ് UAE ഇപ്പോഴുള്ളത്. 2026 UAEയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ഒട്ടനവധി പദ്ധതികൾ ഗതാഗത മേഖലയിൽ കാത്തിരിക്കുന്നു. എത്തിഹാദ് റെയിൽ, ദുബായ് ലൂപ്പ്, ആളില്ലാ ടാക്സി, ഫ്ലൈയിങ് ടാക്സി, മെട്രോ ബ്ലൂ ലൈൻ, 20 മിനിറ്റ് സിറ്റി വിഷൻ തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം 2026 നിർണായകമാണ്. UAEയുടെ ദേശീയ റെയിൽവേ ലൈനായ ഇത്തിഹാദ് റെയിലാണ് കൂട്ടത്തിലെ പ്രധാനി. മരുഭൂമിയിൽ ട്രെയിനിന്റെ ചൂളം വിളി കേൾക്കാൻ ഇനി അധിക നാളുകളില്ല. ഇത്തിഹാദ് റെയിൽ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ നിന്ന് ദുബായ് വഴി ഫുജൈറയിലേക്കാണ് ആദ്യ യാത്ര. അബുദാബിയിൽ നിന്ന് 50 മിനിറ്റ് കൊണ്ട് ദുബായ്, 100 മിനിറ്റ് കൊണ്ട് ഫുജൈറ. UAEയിലെ യാത്രക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. പകുതി സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താം. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവയാണ് എത്തിഹാദ് റെയിലിന്റെ പ്രധാന സ്റ്റേഷനുകൾ. ഇതിനു പുറമെ സില, അൽദന്ന, അൽമർഫ, സായിദ് സിറ്റി, മസീറ, അൽദെയ്ദ് എന്നിവിടങ്ങളിലും ട്രെയിനുകൾ നിർത്തും. മാസങ്ങൾക്കുള്ളിൽ പദ്ധതി പ്രാവർത്തികമാകും. മൊത്തം 13 ട്രെയിനുകളാണ് പാസഞ്ചർ സർവീസിനുണ്ടാവുക. അതിൽ 10 എണ്ണവും നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്തെത്തിച്ചു കഴിഞ്ഞു. ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഗതാഗത കുരുക്ക് നീക്കാൻ ഇത്തിഹാദ് സർവീസ് പ്രധാന പങ്ക് വഹിക്കും. പ്രതിവർഷം ഏകദേശം 1 കോടി യാത്രക്കാരെയാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. ആകെ 400 സീറ്റുകളാകും ട്രെയിനിലുണ്ടാവുക. വിമാനയാത്രയ്ക്ക് സമാനമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബിസിനസ് ക്ലാസ്സിൽ 16ഉം എക്കണോമിക് ക്ലാസ്സിൽ 56 സീറ്റുകളും ഉണ്ടാകും. അത്യാധുനിക ഇന്റീരിയർ സൗകര്യം, വൈഫൈ, ചാർജിംഗ് പ്ലഗുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് തുരങ്കപാത അഥവാ ദുബായ് ലൂപ്പ് നിർമ്മാണ നടപടികൾ ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസമാണ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചത്. ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്ററിനും ദുബായ് മാളിനുമിടയിലാകും ആദ്യ തുരങ്കപാത എത്തുക. ദുബായിലെ തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ലൂപ്പ് പദ്ധതി കഴിഞ്ഞ വർഷം RTA പ്രഖ്യാപിച്ചിരുന്നു. ദുബായിൽ നടന്ന ആഗോള സർക്കാർ ഉച്ചകോടിയിലായിരുന്നു പ്രഖ്യാപനം. ഇലോൺ മസ്ക് ഓൺലൈനായി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ബോറിംഗ് കമ്പനിയുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുമെന്ന് അറിയിച്ചു. 1 വർഷത്തിനു ശേഷമാണ് ലൂപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ദുബായ് RTA വ്യക്തമാക്കുന്നത്. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്റർ, ദുബായ് മാൾ എന്നിവയ്ക്കിടയിലാകും ആദ്യമായി അതിവേഗ തുരങ്കപാത എത്തുക. 600 മില്യൺ ദിർഹം ചിലവിട്ട് 4 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന പാതയാണ് ആദ്യം നിർമ്മിക്കുക. ഒരേ സമയം 100 കാറുകൾക്ക് യാത്ര ചെയ്യാനാകും. 20 മിനിറ്റ് കൊണ്ടെത്തേണ്ടയിടത്ത് 3 മിനിറ്റിലെത്താം. 13,000 യാത്രക്കാർക്ക് ഒരു ദിവസം സഞ്ചരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 2.5 ബില്യൺ ദിർഹം ചെലവിട്ട് 24 കിലോമീറ്റർ നീളുന്നതാണ് ആകെ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി. 19 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഡ്രൈവറില്ലാ ടാക്സികൾ പൂർണ്ണാർത്ഥത്തിൽ നിരത്തിലിറങ്ങാനുള്ള സമയമായിരിക്കുന്നു. അതിന്റെ സൂചന നൽകിക്കൊണ്ട് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മഖ്തൂം ഡ്രൈവറില്ലാ ടാക്സിയിൽ സഞ്ചരിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാറിന്റെ മുൻസീറ്റിലിരിക്കുന്ന ഷെയ്ഖ് ഹംദാന് ഓട്ടോമാറ്റിക്കായി നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ കാറിന്റെ പിൻസീറ്റിലുണ്ടായിരുന്നു. ആളില്ലാ ടാക്സി ട്രയൽ റൺ നടത്തുന്നതിനിടയിലാണ് യാത്രക്കാരനായി ഹംദാൻ രാജകുമാരൻ എത്തിയത്. ദുബായിലെ വിവിധയിടങ്ങളിൽ ട്രയൽ റൺ പുരോഗമിക്കുകയാണ്. റോബോ ടാക്സികൾ മാർച്ചിനുള്ളിൽ തന്നെ നിരത്തിലിറങ്ങാനാണ് സാധ്യത.
പറക്കും ടാക്സികളും ഉടൻ നിരത്തിലിറങ്ങും. 4 യാത്രക്കാരും പൈലറ്റും എന്ന നിലയിലാകും ടാക്സിയുടെ പ്രവർത്തനം. 200 അടി പൊക്കത്തിൽ മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിലാകും സഞ്ചാരം. 30 മിനിറ്റിനുള്ളിൽ ഏത് എമിറേറ്റിലും എത്താം. ചരിത്ര മുഹൂർത്തത്തിനായി ദുബായ് കാത്തിരിക്കുകയാണ്. ദുബായ് മെട്രോ റെഡ് ലൈനും ഗ്രീൻ ലൈനും നിലവിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. 2030ഓടെ ബ്ലൂ ലൈനും യാഥാർത്ഥ്യമാകും. 2 റൂട്ടുകളിലായി ദുബായ് അക്കാദമിക് സിറ്റിയെയും അൽഖോറിനെയും ഒപ്പം സെന്റർ പോയിന്റിനെയും ഇന്റർനെറ്റ് സിറ്റിയെയും കണക്ട് ചെയ്യുന്ന നിലയിലായിരിക്കും ബ്ലൂ ലൈൻ വരിക. ദിനംപ്രതി 2 ലക്ഷം യാത്രക്കാരെയാണ് 2030ഓടുകൂടി ദുബായ് മെട്രോ ലക്ഷ്യമിടുന്നത്. $170 ബില്യൺ ചെലവഴിച്ച് എമിറേറ്റ്സ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അൽ ഇത്തിഹാദ് റോഡ് എന്നിവ നവീകരിക്കുന്നുണ്ട്. കൂടാതെ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള നൂതന പദ്ധതികൾ വേറെയും. ഗതാഗത കുരുക്കഴിച്ച് UAE-യിലുടനീളം പറന്നു നടക്കാമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. അറേബ്യ ദിസ് വീക്കിൽ ഇനിയൊരു ഇടവേളയാണ്. വേഗം തിരിച്ചു വരാം. ദുബായ് മാരത്തോണിന്റെ 25ാമത് എഡിഷനാണ് ഇക്കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. 20,000-ലധികം പേരുടെ പങ്കാളിത്തത്തോടെ വൻ വിജയമായി ദുബായ് മാരത്തോൺ മാറി. എത്യോപ്യക്കാരുടെ സർവാധിപത്യമായിരുന്നു മാരത്തോണിൽ ഉടനീളം കണ്ടത്. $42 കിലോമീറ്റർ നീണ്ടുനിന്ന ഫുൾ മാരത്തോൺ, 21 കിലോമീറ്ററിൻ്റെ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ റോഡ് റേസ്, കുടുംബത്തോടെ പങ്കെടുക്കാനെത്തിയവർക്കായി 4 കിലോമീറ്ററിൻ്റെ ഫാമിലി റൺ. 25ാമത് പതിപ്പിലും പിഴവുകൾ ഏതുമില്ലാതെ ദുബായ് മാരത്തോൺ മികച്ചു നിന്നു. അൽത്തരീം റോഡിലായിരുന്നു ഫുൾ മാരത്തോണിന്റെ തുടക്കം. അർദ്ധരാത്രി മുതൽ സുക്കീം സ്ട്രീറ്റിനും അൽ തുവീമ സ്ട്രീറ്റിനും ഇടയിലുള്ള റോഡ് അടച്ചിട്ടു. ഭാഗിക ഗതാഗത ക്രമീകരണങ്ങൾ വേറെയും നടത്തി. ഫുൾ ഹാഫ് മാരത്തോൺ റേസുകൾ രാവിലെ 6:30 ആരംഭിച്ചു. 8 മണിക്കും 10 മണിക്കുമായിരുന്നു മറ്റു റേസുകൾ തുടങ്ങിയത്. തണുത്ത കാലാവസ്ഥ മാരത്തോണ് കൂടുതൽ വീറും വാശിയും പകർന്നു. 4000 പേരാണ് ഫുൾ മാരത്തോണിൽ പങ്കെടുത്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ ട്രാക്കിൽ നിരന്നു. 16,000-ഓളം പേർ മറ്റു വിഭാഗങ്ങളിൽ മത്സരിച്ചു. അങ്ങനെ 20,000-ലധികം പേരുടെ പങ്കാളിത്തം. സ്ത്രീകളും കുട്ടികളുമടക്കം കുടുംബത്തോടെ ഫാമിലി റണ്ണിനെത്തിയവർ അനേകം. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ എത്യോപ്യൻ താരങ്ങൾ വിജയികളായി. നിബ്രത് മെലാക്കാണ് പുരുഷ വിഭാഗം ഫുൾ റേസ് ചാമ്പ്യനായത്. നിബ്രത് 2 മണിക്കൂർ 4 മിനിറ്റിലാണ് റേസ് പൂർത്തിയാക്കിയത്. റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ ചാമ്പ്യനേക്കാൾ 50 സെക്കൻഡ് കുറഞ്ഞ സമയത്തിലാണ് ഫിനിഷിംഗ് ലൈൻ കടന്നത്.
እጅግ በጣም ደስተኛ ነኝ። በቂ ዝግጅት አድርጌ ነበር። ያሰቡትን በማግኘቴ እጅግ በጣም ደስ ብሎኛል። 23-കാരിയായ ഡെസിയാണ് വനിതാ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത്. അതും റെക്കോർഡ് സമയത്തിൽ 2 മണിക്കൂർ 18 മിനിറ്റ് 31 സെക്കൻഡ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ആദ്യ 10-ലെത്തിയ ഒരാളൊഴികെ എല്ലാവരും എത്യോപ്യക്കാരാണ്. അടുത്ത ദുബായ് റണ്ണിലെങ്കിലും എത്യോപ്യൻ ആധിപത്യം തകരുമോ? കാത്തിരുന്നു കാണാം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നമസ്കാരം.